പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഈ താജുൽ ഉലമ ടവറിൽ ഒരു പാണ്ഡിത്യ ബിരുദം നേടിയ ഒരു വ്യക്തിയുടെ സ്മരണയ്ക്ക് വേണ്ടി നിങ്ങളുണ്ടാക്കിയ സ്ഥാപനത്തിലെത്തി ഇത്രയും ചെറുപ്പക്കാരോട് വിജ്ഞാന കുതുകികളായ നിങ്ങളോട് സംസാരിക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ സന്ദർഭം മിസ് ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ എൻ്റെ സെക്രട്ടറി കൂടിയായിട്ടില്ല ഗഫൂർ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളോട് ഇനിയും സംവദിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ നെറ്റും PhDക്കും എല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്കോളേഴ്സ് ഉണ്ട് എന്നെനിക്കറിയാം. ഒരുപക്ഷെ പ്രവാചകൻ്റെ കർമ്മ പദ്ധതിക്ക് ശേഷം ഇന്തോനേഷ്യൻ അറബിക്കടൽ തുടങ്ങിയ സമുദ്രമേഖലകളിലെ ഒരു വലിയ സാമൂഹ്യ വിപ്ലവം നടക്കുകയുണ്ടായി. ആ സാമൂഹ്യ വിപ്ലവത്തിൽ ഇവിടെ സംസാരിച്ചതുപോലെ സാമ്പത്തിക ബന്ധങ്ങൾ, സാംസ്കാരിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ പുതിയ സമൂഹങ്ങളിലേക്ക് മതപരമായ ചിന്തകളുടെ പ്രവർത്തനം, ഇതെല്ലാം തന്നെ സമന്വയിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി, അതായിരുന്നു ഇസ്ലാമിൻ്റെ ഡയസ്പോറ ഓഫ് ഇസ്ലാം ഇൻ ഇന്തോനേഷ്യ എന്ന് പറയുന്ന വിഷയം. ഇന്ന് ഇതിനെപ്പറ്റി ധാരാളം പഠന ഗവേഷണങ്ങൾ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട്. കോടിക്കണക്കിന് റുപ്യ മൗസം, നമ്മൾ പറയുന്ന മൗസിൻ എന്ന് അറബിയിൽ പറയുന്ന മൺസൂൺ രാജ്യങ്ങളെ പറ്റിയുള്ള പഠന ഗവേഷണങ്ങൾ ഇന്ന് പല സർവകലാശാലകളും ഏറ്റെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടോ കേരളത്തിലെ സർവകലാശാലകൾ ഇതിൽ മുൻപന്തിയിലെത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ചിലരെങ്കിലും ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കിയ അവരാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നടന്ന ഈ ഒരു മാറ്റങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന അബ്ബാസ് പനക്കൽ, എൻ്റെ ഒരു മുരീദിനെ പോലുള്ള അദ്ദേഹം ഇന്തോനേഷ്യനെ പറ്റിയിട്ട് ഒരു പഠനഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 6 or 7 പ്രബന്ധങ്ങളുണ്ട്. ആ പ്രബന്ധങ്ങളിൽ മലബാറും ഒന്നും ഉണ്ട്, ഇന്തോനേഷ്യയുണ്ട്. അപ്പോൾ ഇസ്ലാം എവിടെയെല്ലാം പോയോ? ഇന്ന് നമുക്കറിയാം പാൻ ഇസ്ലാം എന്ന, നിങ്ങൾ ഏത് ഐഡിയോളജിയിൽ പെടുന്നതെന്ന് എനിക്കറിയില്ല, പാൻ ഇസ്ലാം കോൺസെപ്റ്റ് തന്നെ ഒരു തെറ്റായിട്ടുള്ള കോൺസെപ്റ്റായിട്ടാണ് എന്നെപ്പോലുള്ള ചരിത്രകാരന്മാർ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മതവും ഓരോ പ്രദേശത്ത് എത്തുമ്പോൾ ആ മതത്തിന് അവിടെ ആ നാട്ടിൻ്റെ ആ മണ്ണിൻ്റെ അഭിരുചിയുമായി ഉള്ള ബന്ധങ്ങൾ കാണാൻ കഴിയും. നിങ്ങൾ കേരളത്തിലെ ഇസ്ലാമിനെ പറ്റി അതിൻ്റെ മൈഗ്രേഷൻ സ്റ്റഡി, എത്നോ മൈഗ്രേഷൻ, കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് വിശകലനം ചെയ്യുമ്പോഴുണ്ടാകുന്ന അതിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഒന്ന്, നിങ്ങളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. വി ആർ റേഷ്യലി വൺ. നമ്മളെ ഭാഷ ഒന്നാണ്, നമ്മളെ സംസ്കാരം ഒന്നാണ്. നിങ്ങൾ പ്രത്യേക ഒരു മതവും മതത്തിൻ്റെ ആചാരങ്ങളും പിന്തുടരുന്നതല്ലാതെ ഈ മണ്ണിൻ്റെ കൾച്ചറെ നിങ്ങൾക്ക് നിഷേധിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ സാംസ്കാരിക റൂട്ട് ഈ മണ്ണിൻ്റേതാണ്, ആ മണ്ണ് നമ്മളുണ്ടാക്കിയതല്ല. അതുതന്നെയാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്, വേണമെങ്കിൽ എനിക്ക് ലോകത്തിൻ്റെ ഒറ്റ മതം ചെയ്യാമായിരുന്നു, പക്ഷേ വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ അത് വളർന്നു വരണം. നമുക്കറിയാം കേരളത്തിൽ മലബാറിൽ ഇസ്ലാം പ്രചരിപ്പിച്ചതിൻ്റെ ചരിത്രം ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമിൻ്റെ കാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ മലബാർ എന്ന് പറയുന്നത്, ഇപ്പം ഇസ്ലാമിക് സമൂഹം ഏറ്റവും അധികം ആദരിച്ചൊരു പണ്ഡിതനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം. പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ തലമുറയിൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഓർമ്മിക്കുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ കൃതികളെ പുതിയൊരു വ്യാഖ്യാനത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. 2013 ഈ പുസ്തകം വീണ്ടും ഞാൻ പഠിച്ചപ്പോൾ ഞാനതിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു തത്വമാണ് കാണുന്നത്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും വേറൊരു രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല. 1948 UNO ഡിക്ലറേഷൻ പറയുന്നത് നോ കൺട്രി ഇൻവേഡ് അതർ കൺട്രീസ്. ഏറ്റവും മൗലികമായ ഒരു തത്വമാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഹിന്ദു മുസ്ലിം സാഹോദര്യം, ഹിന്ദു മുസ്ലിം മൈത്രി, ഇതെല്ലാം അടിയിട്ട്
പറയുന്ന ഒരു ഗ്രന്ഥമാണ് മലബാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ. അന്ന് 36 ഭാഷകളിൽ ഏതെല്ലാം ഭാഷകളാണെന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല. 36 അതിൽ പ്രധാനപ്പെട്ട ഭാഷകൾ പോർച്ചുഗീസുണ്ട്, ജർമ്മനുണ്ട്, ഫ്രഞ്ചുണ്ട്, റഷ്യനുണ്ട്, ഇംഗ്ലീഷുണ്ട്, അറബി, ഇതെല്ലാമായിട്ടുള്ള ഭാഷകൾ ഏതെല്ലാം. അന്ന് എന്തുകൊണ്ട് 36 ഭാഷകളിലേക്ക് പുസ്തകം എത്തി? ഒരു മലബാറുകാരനായ ചരിത്രകാരൻ ആഗോളതലത്തിൽ അദ്ദേഹം സ്മരിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? അത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹിന്ദു മുസ്ലിം മൈത്രിയെപ്പറ്റി നമ്മുടെ ആമീർ ആരാണ്? മുസ്ലിം സമൂഹത്തിൻ്റെ ആമീർ എന്ന് പറയുന്നത് സാമൂതിരിപ്പാടാണ്. ഒരു ചെറിയ രാജ്യമാണ് സാമൂതിരിപ്പാട്. ഒരു സാമ്രാജ്യമൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ലോക്കൽ ഏരിയ, വള്ളുവനാടും ഇതെല്ലാമുള്ള ഏരിയയുടെ അധിപനായിട്ടുള്ള ഇദ്ദേഹം എങ്ങനെ ലോകം മുഴുവൻ അറിയുന്ന സമോറിൻ ഓഫ് കാലിക്കറ്റ്. ഞാൻ ലണ്ടനിൽ ഓക്സ്ഫോർഡിൽ പോയപ്പോൾ, ഓക്സ്ഫോർഡിൽ കാംബ്രിഡ്ജിൽ പോയപ്പോൾ തോംസൺ എന്ന് പറയുന്ന സൗത്ത് ഏഷ്യൻ ചരിത്രകാരൻ എന്നോട് ചോദിച്ചത് കാലിക്കറ്റ് എന്നറിയാം, ഹൗ ഈസ് അവർ സാമോറിൻ. അപ്പോൾ അയാളുടെ മനസ്സിൽ പോലും ആ സാമോറിൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം അടിയുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി സ്വയം ആത്മാഹുതി നടത്തുവാൻ പോലും. ഇപ്പം ചാലിയൻകോട്ടയുടെ ആക്രമണത്തെ പറ്റിയും മറ്റും തൂഫയിൽ കാണുന്നുണ്ട്. ഞാനതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ചെഴുതിയിട്ടുണ്ട്. സാമൂതിരിപ്പാട് പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള നിരന്തരം ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ ചാലിയത്ത് എഴുന്നള്ളി, ഞാൻ പട്ടിണി കിടക്കുവാൻ പോവുകയാണ്, എനിക്ക് ഈ കോട്ട പിടിക്കണം. അപ്പോൾ ഈ പള്ളികളിൽ നിന്നെല്ലാം ഫത്വ കാശിമാർ പുറപ്പെടുവിച്ചു, എല്ലാവരും ജിഹാദ് നടത്തിയിട്ട് കോട്ട പിടിക്കണമെന്ന്. അപ്പോൾ ഏറ്റവും ആത്യന്തികമായ ഒരു സംഗതിയിൽ ജിഹാദ് നടത്തുവാൻ മുസ്ലിം സഹോദരങ്ങളെ മുഴുവൻ പ്രേരിപ്പിച്ച് സാമൂതിരിപ്പാടിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച സമൂഹമാണ് നിങ്ങൾ. അപ്പം സാമൂതിരിപ്പാടിനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെ ആദരിച്ചു എന്ന് എനിക്കറിയില്ല. ഈ തൂഫയുടെ ഒരു ഉദ്ഘാടനം നടന്നപ്പോൾ സാമൂതിരിപ്പാടിനെ ആദരിക്കുവാൻ വേണ്ടി ഒരു കവിത എഴുതി അവിടുത്തെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ ഒരു പെൺകുട്ടി മനോഹരമായ അത് അവിടെ അറബിയിൽ പാരായണം ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊന്നും നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് താല്പര്യമില്ല. അവർക്ക് ക്വിക്ക് ന്യൂസാണ് വേണ്ടത്. ആ ന്യൂസ് പിന്നെ നാളെ എന്തായി എന്ന് അവർ തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. അപ്പോൾ അറബിക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹദർമൗത്ത് യമനിലെ ഇന്ന് ഏറ്റവും ദരിദ്രമായിട്ടുള്ള സായുധ കലാപങ്ങൾക്ക് വിധേയമായ ഒരു പ്രദേശമാണ് യമൻ. പക്ഷേ ഒരു കാലത്ത് ഏറ്റവും വലിയ ഇസ്ലാമിക പാണ്ഡിത്യത്തിൻ്റെ കേന്ദ്രഭൂമിയായിരുന്നു യമൻ. അവിടെ നിന്ന് പണ്ഡിതന്മാർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഡയസ്പോറയിലേക്ക് അവർ ഈ വിത്തുകൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ പ്രചരിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മളെ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്തില്ലെങ്കിലും അവിടെ പല മരങ്ങളും തേക്ക് മരങ്ങളും പല മരങ്ങളും ചെടികളുണ്ടാകുന്നത് പോലെ ഈ പണ്ഡിതന്മാർ മുഴുവൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോവുകയായിരുന്നു. അവരുടെ ഒരു ലക്ഷ്യം ജീവിതമായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ലക്ഷ്യം മതപ്രചരണമായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ലക്ഷ്യത്തെ പിന്തുടർന്നുകൊണ്ട് വ്യാപാര ബന്ധങ്ങൾ വന്നു. ഇപ്പോൾ ഈ യമനിൽ നിന്ന് വരുന്ന മൗസിം എന്ന് പറയുന്ന കാറ്റ്, നമ്മൾ പറയുന്ന മൺസൂൺ, ആ മൺസൂൺ യമനിൽ നിന്ന് പുറപ്പെട്ട് 40 ദിവസം കൊണ്ട് മലബാർ കരയിൽ എത്തുന്നു. പിന്നീട് 1-2 മാസം കഴിഞ്ഞ് വീണ്ടും അത് തിരിച്ചു പോകുമ്പോൾ, യമൻ വഴി കടന്നു പോകുമ്പോൾ ആളുകൾക്ക് വാണിജ്യത്തിന് ഇവിടെ വന്നു 40-50 ദിവസം താമസിക്കുവാൻ കഴിഞ്ഞു. പിന്നീട് ചരക്കുമായി മറ്റേ നാട്ടിലേക്ക് പോകാൻ. ഇന്നത്തെ കപ്പലിൻ്റെ യുഗമല്ല, വെറും മരക്കപ്പലുകളുടെ യുഗത്തിൽ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ തന്ന അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് യമനിൽ നിന്ന് മലബാറിലേക്കും മലബാറിൽ നിന്ന് യമനിലേക്കും തിരിച്ചടിക്കുന്ന കാറ്റ് എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. പക്ഷേ എന്തു തന്നെയായാലും ഒരു വാണിജ്യബന്ധം, ആ വാണിജ്യബന്ധത്തിൽ 9-ാം നൂറ്റാണ്ട് മുതൽ അറബ് ജോഗ്രാഫേഴ്സ് നോളജ് അബൌട്ട് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന നീലകണ്ഠ ശാസ്ത്രിയുടെ ഒരു പുസ്തകമുണ്ട്.
അതിൽ അറബി പണ്ഡിതന്മാരുടെ മുഴുവൻ സൈറ്റേഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ സൈറ്റേഷനുകളെല്ലാമായിട്ട് നിങ്ങൾ പരിചയപ്പെടണം. ആ പരിചയപ്പെടുമ്പോൾ ഓരോ നാട്ടിലും ഇസ്ലാം എങ്ങനെ പ്രചരിച്ചു, അതിൻ്റെ കർമ്മധാര എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം മലബാറിൽ പ്രചരിച്ചതുപോലെ ആയിരിക്കില്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പ്രചരിച്ചതല്ല. ഞാൻ മലാക്കയിൽ ഒരവസരം പോയി. പോർച്ചുഗീസുകാരുടെ നിരന്തരമായ ആക്രമണത്തിന് വിധേയമായ ഒരു പ്രദേശമാണ് മലാക്ക. ആ മലാക്കയിൽ അധിനിവേശത്തിനെതിരായി ഇത്തരത്തിലുള്ളൊരു തത്വശാസ്ത്ര ഗ്രന്ഥം നമുക്ക് കാണുകയില്ല, തൂഫ പോലെയുള്ള. എന്തുകൊണ്ട്? അവർക്കൊന്നും അത്തരം ഒരു ഗ്രന്ഥം തരാനില്ല. ഞാനവിടെ പോയാൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്ക് കൊടുത്തത് ഞാൻ എഡിറ്റ് ചെയ്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച തൂഫയായിരുന്നു. എന്തുകൊണ്ട് അവിടെ സാമ്രാജ്യ വിരോധം ഉയർന്നു വന്നില്ല? എന്തുകൊണ്ട് കേരളത്തിൽ ഉയർന്നു വന്നില്ല? കേരളത്തിൽ അതിൻ്റെ കൈത്തിരികൾ കെടാതെ നമുക്കറിയാം, മമ്പുറം തങ്ങൾ വഴി ഫസൽ തങ്ങൾ വരെ അതെല്ലാം തന്നെ 1921 കലാപത്തിലും എല്ലാം തന്നെ ഒരുപക്ഷെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിന്നിൽ പണിയെടുത്തത് അന്നത്തെ പണ്ഡിതന്മാരായ ഫിലോസഫർമാരായ റൂസോ, വാൾട്ടയർ, മൊണ്ടസ്കി തുടങ്ങിയ അനേകം ചിന്തകന്മാരായിരുന്നു. ആ ചിന്തകന്മാരെ പോലെ ഇവിടെ മലബാർ കലാപത്തിൻ്റെ പിന്നിലും ഒരു കൂട്ടം തങ്ങൾമാർ, നിങ്ങളെപ്പോലെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ, അതിൽ വളരെയധികം ശക്തമായി അവർ ഇതായിട്ട് പ്രതികരിക്കുകയുണ്ടായി. അവർ കലാപത്തിൻ്റെ ആശയങ്ങൾ ഗ്രാമങ്ങളിൽ എത്തിക്കുകയും ഉണ്ടായി. അപ്പോൾ ഒരു കണ്ടിന്യൂയിറ്റി, സാമ്രാജ്യ വിരോധത്തിൻ്റെ കണ്ടിന്യൂയിറ്റി ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഒരു നേതൃത്വമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ചരിത്രകാരനാണ് ഞാൻ എൻ്റെ ഒരു ഗ്രന്ഥത്തിൽ എവിടെയോ എഴുതിയൊരു വസ്തുത, തുഞ്ചത്തെഴുത്തച്ഛന് രാമായണം എഴുതുവാൻ കഴിഞ്ഞിരുന്നത് സമുദ്രത്തിൽ കുഞ്ഞാലി മരക്കാന്മാർ 1 നൂറ്റാണ്ട് കാലം അവർ യുദ്ധം ചെയ്തു. ആ 1 നൂറ്റാണ്ട് കാലം യുദ്ധം ചെയ്തില്ലെങ്കിൽ 1500 മുതൽ 1600-നിടയിൽ തന്നെ മലബാർ ഒരു കോളനി രാജ്യം ആകുമായിരുന്നു. പക്ഷെ 1 നൂറ്റാണ്ട് കാലം ഇവർ 4 ക്യാപ്റ്റൻസ് ചെയ്ത ആ ഒരു യുദ്ധം സാമ്രാജ്യവിരുദ്ധ യുദ്ധമായി മാറുകയും ഗോവയെപ്പോലെ ഒരു കോളനിയായി മലബാർ മാറുകയും ചെയ്തില്ല. കോളനിയായി മാറിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഗോവയുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ. അവിടെ അവരുടെ ഭാഷക്ക് ലിപിയില്ലാതായി. ആ ഭാഷ സംസാരിക്കുന്നവരെ നേരിട്ട് ഗോവൻ ഭാഷ സംസാരിക്കുന്നവരെ തൂക്കുമരത്തിലേക്ക് കയറ്റുക, ഇതെല്ലാം തന്നെ ക്രൂരമർദ്ദനങ്ങളിൽ പോർച്ചുഗീസ് ഭരണാധികാരികൾ കൊങ്കിണി ഭാഷ, നമുക്കറിയാം മലബാറിലെങ്കും തന്നെ കൊങ്കിണി ബിസിനസ്സുകാർ ഹാർഡ്വെയറും ഹോട്ടലും ഇതെല്ലാമായിട്ട് അവർ ചിന്ന ഭിന്നമായി മലബാറിലേക്ക് വന്നു. എന്തുകൊണ്ട് അവർ മലബാറിലേക്ക് വന്നു? കാരണം മലബാർ കീഴടക്കുവാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ ഓരോ പ്രദേശവും ആക്രമിക്കുക, മുസ്ലിം ഗ്രാമങ്ങൾ, ചാലിയൻ പോലുള്ള ഗ്രാമങ്ങൾ തീയിട്ട് നശിപ്പിക്കുക. അവിടെയാണ് ജിഹാദ് എന്ന ആശയത്തോടുകൂടി ജീവൻ മരണ സമരത്തിൽ മുസ്ലിമുകൾ ഏർപ്പെടണം എന്ന് പറഞ്ഞത് ഇവിടെ നടന്നതുകൊണ്ട് 100 കൊല്ലം സ്വാതന്ത്ര്യമായി. ഇത് ഇന്ത്യയുടെ മിലിറ്ററി ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനമായൊരു ചാപ്റ്ററാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ചരിത്രകാരന്മാർ ഇതിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഒരു സ്റ്റാമ്പ് പോലും കുഞ്ഞാലി മരക്കാരെ പറ്റി നമുക്ക് ഇറക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെ കൊല്ലങ്ങൾ പ്രൊഫസറായിരിക്കെ ഇതിനു വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ VC ആയി കഴിഞ്ഞപ്പോൾ 6 മാസത്തിനുള്ളിൽ ഒരു സ്റ്റാമ്പ് ഇറക്കിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ത്യൻ നേവിയുടെ ആ സ്റ്റാമ്പ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രാജ്യരക്ഷാമന്ത്രി അന്നത്തെ അദ്ദേഹമാണ് അത് റിലീസ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള സാംസ്കാരിക സംഭവങ്ങളിലൂടെ മാത്രമേ ഒരു ജനതയ്ക്ക്, അത് മൈനോറിറ്റി ആവട്ടെ മെജോറിറ്റി ആവട്ടെ, അവർക്ക് വളർന്നു വരുവാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ
അധികം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവർക്ക് വേണ്ടാത്ത സാധനങ്ങളാണ് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഏറ്റവും നല്ല പുസ്തകങ്ങളായി നിങ്ങൾ ഹണ്ടിങ്ടൻ്റെ കോൺഫ്രണ്ടേഷൻ ഓഫ് സിവിലൈസേഷൻസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരിക്കലും നാഗരികതകൾ ഏറ്റുമുട്ടുന്നില്ല. ഏറ്റുമുട്ടുന്നത് ആരാണ്? സ്വാർത്ഥ താല്പര്യമുള്ള മനുഷ്യ സമൂഹങ്ങളാണ്. അവരെല്ലാം തന്നെ സെൽഫിഷായിട്ടുള്ള ആശയങ്ങൾക്ക് വേണ്ടി ഏറ്റുമുട്ടുമ്പോഴാണ് സംസ്കാരങ്ങൾ ഏറ്റുമുട്ടുന്ന കോൺഫ്രണ്ടേഷൻ ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും കോൺഫ്രണ്ടേഷൻ സിവിലൈസേഷൻ അല്ല. പക്ഷെ കോൺഫ്രണ്ടേഷൻ ഓഫ് സിവിലൈസേഷൻ എന്നുള്ള ആശയം വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികൾക്ക് വളരെ ശക്തമായി പ്രചരിപ്പിക്കുവാൻ കഴിയും. ഇപ്പോൾ ഈ തങ്ങളുടെ പുസ്തകം തന്നെ എന്തുകൊണ്ട് ഈ പുസ്തകം പ്രചരിപ്പിച്ചില്ല? കാരണം പാൻ ഇസ്ലാം എന്ന ആശയത്തെ പിന്തുടരുന്നവർ ഈ പുസ്തകത്തെ വളരെയധികം പേടിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ചരിത്രകാരൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്, മതപണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടല്ല. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം, മറ്റൊരു പ്രാധാന്യം വിഴിഞ്ഞം തുറമുഖം. നിങ്ങളെല്ലാം കേട്ട വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്നെല്ലാം രാഷ്ട്രീയക്കാർ പ്രചരിപ്പിക്കുക. അത് സ്വപ്ന പദ്ധതിയാണോ എന്ന് ഞാൻ ഇന്നും സംശയിക്കുകയാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് കൊച്ചിൻ ഷിപ്പ് യാർഡ് നടത്തുന്നത് പോലെയല്ല വിഴിഞ്ഞം നടത്തുന്നത്. ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പറയുകയാണ്, വിഴിഞ്ഞം അറബിക്കടലിലെ ഏറ്റവും ആഴമുള്ള സമുദ്ര ഹാർബറാണ്. ഏത് വലിയ കപ്പലുകൾക്കും ലിസ്ബണിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ വലിയ കപ്പലുകൾ പുറപ്പെട്ടാൽ ആ വലിയ കപ്പലുകൾക്ക് നേരെ വിഴിഞ്ഞം കരയിലേക്ക് വരാൻ കഴിയും. അതേസമയത്ത് കോഴിക്കോട് ജാലിയമൊന്നും കഴിയുകയില്ല. 10 കിലോമീറ്റർ ദൂരെ കപ്പലുകൾ നങ്കൂരമിട്ട് ചെറിയ കപ്പലുകളിൽ പട്ടാളക്കാരെ കൊണ്ടുവരാനേ കഴിയുകയുള്ളൂ. അങ്ങനത്തെ ഒരു തുറമുഖം ഒരു കരാറുകളിലൂടെ കൊടുക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അത് കരാറ് വേണ്ട, ഞാനിത് വിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക്, ഒരു കമ്പനിക്ക് അത് കഴിയും. അവിടെയാണ് ചരിത്രത്തിൻ്റെ ഈ ഒരു പ്രാധാന്യം. വിഴിഞ്ഞത്തിന് വേണ്ടി കുഞ്ഞാലി മരക്കാന്മാർ 4 പേരും അവരുടെ ഏറ്റവും വലിയ കലാപം, നാവിക ഏറ്റുമുട്ടൽ നടന്ന ഒരു ഏരിയയാണ് തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം. അവിടെ നിന്ന് അവർ സിലോണിലേക്ക് പോയി. ഒരുപക്ഷെ മക്കയും മദീനയും ഈജിപ്തിൽ നിന്ന് കേന്ദ്രമാക്കി ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇട്ടപ്പോൾ അതിനെതിരായിട്ട് പടപൊരുതിയത് മലബാറിലെ മാപ്പിളമാരും ബാക്കി സമുദ്ര സഞ്ചാരികളുമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം പുതിയ ചരിത്രത്തിൻ്റെ കണ്ടെത്തലുകളാണ്. അവരുടെ അന്നത്തെ പോർച്ചുഗീസ് അൽബൂക്കർക്കിനെ പോലുള്ളവർ ഗവർണർമാർ പറയുന്നത് ഈ മക്ക മദീനയാണ് ഇസ്ലാമിക കേന്ദ്രങ്ങൾ, അതിനെ നശിപ്പിക്കേണ്ടതാണ്. അതിനു വേണ്ടി ഈജിപ്ത് കൈറോ വരെ അവരുടെ കപ്പലുകൾ വന്നു. പക്ഷേ ആ സമയത്ത് മലബാറിലെ തീവ്ര സമരം അതിനെതിരായിട്ട് വ്യാപിക്കുകയാൽ അവർക്ക് കണ്ണൂരും കോഴിക്കോടും ഇതെല്ലാം രക്ഷിക്കുവാൻ വേണ്ടി പടപൊരുതേണ്ടി വന്നതുകൊണ്ട് പിൻവാങ്ങേണ്ടി വന്നു. അപ്പോൾ ഈ ചരിത്രമെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഇസ്ലാം ഈ സമൂഹത്തിലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വ്യാപാര ബന്ധങ്ങളിൽ പുതിയ പുതിയ ഹാർബറുകൾ കണ്ടെത്തുന്നത്, പുതിയ പുതിയ സെറ്റിൽമെൻറ്റ് കണ്ടെത്തിയത്. ഇപ്പം കോഴിക്കോട് നമ്മൾ ബസ്രയെ പറ്റിയിട്ട് പറയും, അതുപോലെ തന്നെ മെക്കാവോവിനെ പറ്റി പറയും. കോഴിക്കോട് പുതിയങ്ങാടി വാസ്തവത്തിൽ മെക്കാവോ പോലുള്ള, ബസ്ര പോലെയുള്ള, ഇസ്താംബൂൾ പോലുള്ള ഒരു സാംസ്കാരിക പട്ടണമായിരുന്നു. ഈ ഇസ്ലാമിക സെറ്റിൽമെൻറ്റുകൾ മുഴുവൻ നിങ്ങൾ നോക്കിയാൽ അതിലൊരു പാറ്റേൺ ഓഫ് സെറ്റിൽമെൻ്റ് ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മോസ്ക് ഉണ്ടാക്കുക, ആ മോസ്കിൻ്റെ അടുത്ത് ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയാണ് ആ പട്ടണം കുറ്റിച്ചിറയും മറ്റും വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ചരിത്രകാരന്മാർ ഇസ്ലാമിക സമൂഹം തന്നെ ഇത്തരം പഠനങ്ങളിൽ വ്യാപരിക്കുന്നതില്ല. ഇപ്പം ഞാൻ എൻ്റെ പുസ്തകം അച്ചടിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞത് കേരളത്തിൽ അറബിക്കില്ല.
കേരളത്തിൽ അറബിക്കില്ല. അപ്പം ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, ഈ തങ്ങന്മാരും ഇവരെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അറബിക്ക് ഭാഷയല്ലേ എന്നുള്ളത്. അവർ ബീഹാറിലും ഹൈദരാബാദിലും മാത്രമേ അറബിക്കിനെ കാണുന്നുള്ളൂ. ഈ കൊച്ചു കേരളത്തിൽ പക്ഷെ നമ്മളെ കുറ്റമുണ്ട് ഇതിൽ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മതത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടാണ് ഒരു ഭാഷയെ കൈകാര്യം ചെയ്തത്. ഒരു മതത്തിൽ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് ഭാഷയെ കൈകാര്യം ചെയ്ത്. എക്കണോമിക്സ് പഠിക്കണം, ആന്ത്രോപോളജി പഠിക്കണം, ആർക്കിയോളജി പഠിക്കണം. അതിനെ ശക്തമാക്കി മാറ്റുവാൻ കേരളത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ജനസാമാന്യത്തിലേക്ക് അറബിക്ക് ഭാഷ ഇവിടെ പ്രവേശിച്ചില്ല. വേറെ രൂപമായിട്ടുള്ള അറബി മലയാളം അതും ഇന്ന് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സാംസ്കാരികമായ ഒരു നവോത്ഥാനത്തിന് നിങ്ങളെ SSF പോലുള്ള സംഘടനകൾ മുന്നോട്ട് വന്നുകൊണ്ട് കൂടുതൽ ജീവത്തായ ഗവേഷണ പദ്ധതികളിലേക്ക് മുന്നോട്ട് പോകേണ്ടത്. ഒരു ഗവേഷകനെ സംബന്ധിച്ച് അയാൾ മതത്തിലോ അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും ചരിത്രത്തിൻ്റെ സംഗതികളെ മാത്രം അടിയുറച്ച് വിശ്വസിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നൊരു ചരിത്രം. എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങളെങ്ങനെ ഇസ്ലാമിക ചരിത്രവുമായി ഇത്രയധികം ബന്ധപ്പെട്ടു? എനിക്കറിയില്ല. ഞാൻ കേരളത്തിൻ്റെ ചരിത്രം പഠിപ്പിച്ചും വരുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു വലിയ ഗ്യാപ്പ് ഇവിടെ കാണുകയാണ്. ആ ഗ്യാപ്പ് കണ്ടപ്പോൾ ആ ഗ്യാപ്പ് പൂർത്തീകരിക്കുവാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ പുസ്തകങ്ങൾ. നിങ്ങൾ കെയ്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവുക. തലശ്ശേരിയിലെ കെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ വ്യാപാരികളാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ബിസിനസ്സില്ല ഒരു കമ്പനിയായിരുന്നു കെയ്സിൻ്റെ ഒറ്റക്കുള്ള അത്. പക്ഷേ അദ്ദേഹത്തിനെ പറ്റി ഒരു പഠനവുമില്ല. ആ പഠനങ്ങൾ മുഴുവൻ ഞാനും എൻ്റെ സുഹൃത്ത് ഇസ്മയിലും കൂടി കണ്ടെത്തി പ്രസിദ്ധീകരിച്ചപ്പോഴേ അത് നോക്കിക്കൊണ്ട് പുസ്തകങ്ങൾ എഴുതി PhD എടുക്കുന്നവരാണ് ഇന്ത്യയിലെ പല സർവകലാശാലകളും. അതല്ല ചെയ്യേണ്ടത്. ഞാനതിൽ പല ഗ്യാപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഇവർ സൂറത്തിലും ബോംബെയിലുമെല്ലാം തന്നെ ധാരാളം ലിറ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. ആരുമായിട്ട്? മാഞ്ചസ്റ്റർ പോലുള്ള കമ്പനികളുമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ആ ഫൈറ്റ് ചെയ്തതിൻ്റെ ഫയലുകൾ മുഴുവൻ സൂറത്ത് ആർക്കൈവ്സിൽ കിട്ടും. എൻ്റെ വയസ്സുകാലത്ത് ആര് പണം തന്നാലും എന്നെ അതിനൊന്നും കിട്ടുകയില്ല. അതിൽ പോകേണ്ടത് യങ് ജനറേഷൻസാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് അവിടുത്തെ പിന്തുടർച്ചാവകാശം ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമല്ല നടക്കുന്നത്. അതിനെ ഖാലിഫ് അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടു നടപ്പ് നിങ്ങൾ പിന്തുടർന്നുകൊള്ളുക എന്ന് പറയുന്ന കത്ത്, കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് വന്ന കത്ത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് മരുമക്കത്തായ നിങ്ങൾ ഫോളോ ചെയ്തുകൊള്ളുക. അതുപോലെ തന്നെ പ്രധാന സമ്പത്ത് ഘടന ഭൂമിയുള്ളവരെല്ലാം തന്നെ മരുമക്കത്തായം പിന്തുടർന്നിരുന്നു. അപ്പം മാട്രിലിനിയൽ സിസ്റ്റം ഇസ്ലാം ശരീഅത്തിനെതിരായും പിന്തുടരുകയാണ്. ആ പിന്തുടർന്ന് എത്രയോ കൊല്ലങ്ങൾ 1930കളിലാണ് ഇസ്ലാമിക്കിലോ പാർട്ടീഷനോ മറ്റും വന്നിട്ടുള്ളത്. അപ്പം ഗവേഷണത്തിൻ്റെ പദ്ധതികളെ പുതിയ വഴിയിലേക്ക് നിങ്ങൾ തിരിക്കണം, കണ്ടെത്തണം. അതിന് ഇത്തരത്തിലുള്ള സമുദ്ര പഠനങ്ങൾ എങ്ങനെ അറബി നാടുകളിൽ ഇപ്പോൾ ഷിപ്പ് ടെക്നോളജി, ഞാൻ ജാലിയത്തെ പറ്റിയിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഷിപ്പ് ടെക്നോളജിയിലുള്ള മാറ്റങ്ങൾ, ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഈ കാർപ്പൻറ്റേഴ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ കൊളോണിയലിസം ഉണ്ടാവുകയില്ല. കാർപ്പൻ്റർ കപ്പലുണ്ടാക്കി കൊടുക്കും, ആ കപ്പലുകൾ വെള്ളത്തിലിറക്കിയിട്ട് വേറെ രാജ്യങ്ങളെ പോയി ആക്രമിക്കും. ക്യാപിറ്റലിസം വളർത്തിയത് കാർപ്പൻറ്റേഴ്സാണ് എന്ന് തമാശക്ക് ഞാൻ പറയാറുണ്ട്. അന്നത്തെ കപ്പൽ നിർമ്മാണം, ആ ടെക്നോളജി ഇന്നും എൻ്റെ ഒരു സങ്കല്പമായിരുന്നു ബേപ്പൂരിനെ ഒരു അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണമായിട്ട് മാറ്റിയെടുക്കണം. വളരെയധികം ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എനിക്കതിൽ വേണ്ടത്ര സപ്പോർട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയില്ല. അവസാനം അത് ഒഴിവാക്കി. ആ കപ്പൽ ഇന്നും അവിടെ കിടക്കുകയാണ് കടലിലിറങ്ങാതെ. അപ്പോൾ പഴയ ടെക്നോളജി, ഹെറിറ്റേജ്, നമ്മുടെ പൈതൃകം എന്താണ്, ആ പൈതൃകം കണ്ടെത്തുവാനും കൂടി ഇസ്ലാമിക സംഘടനകൾ
ശ്രമിക്കേണ്ടത് ഇന്നൊരാവശ്യമാണ്. താങ്ക് യു. ആ പൈതൃകമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. നമ്മൾ ഈ ഷിപ്പുണ്ടാക്കുന്നവന് ഒരാശാരി എന്ന് പറഞ്ഞിട്ട് അവനെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കടയിലേക്ക് എറിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഹിന്ദു സമൂഹമാകട്ടെ മുസ്ലിം സമൂഹമാകട്ടെ ഒരാശാരി എന്നതിൽ പകരം അവനൊരു എഞ്ചിനീയറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം കപ്പൽ കടലിൽ ഓടിക്കുകയാണ്. ആ കപ്പൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നില്ല. 1880 വരെ കപ്പലുകൾ, നമ്മുടെ കപ്പലുകൾ പോവുകയായിരുന്നു കടലുകളിൽ. പക്ഷേ ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ ലോബി പറഞ്ഞു, ഇന്ത്യയിൽ 6 മാസം കൊണ്ടൊരു കപ്പലുണ്ടാക്കുമ്പോൾ ലണ്ടനിൽ അതിന് 1 വർഷം പിടിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ മുതലാളിത്തത്തോട് മത്സരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ ഗവർണർ ജനറൽ ഒരു ഓർഡർ ഇറക്കി, ഇന്ത്യയിൽ 10 അടി വീതിയും 20 അടി നീളവുമുള്ള കപ്പലുകളല്ലാതെ ഉണ്ടാക്കുവാൻ പാടില്ല. ഈ കൊച്ചു കപ്പലുകളെ കൊണ്ട് നിങ്ങൾക്ക് അന്താരാഷ്ട്ര ബിസിനസ് ചെയ്യാൻ പറ്റുമോ? അത് വെള്ളത്തിലാണ്ട് പോകും. അപ്പോൾ ആ ഓർഡർ വന്നതോടുകൂടി പിന്നീട് സ്റ്റീം ഷിപ്പുകൾ വന്നു. നമ്മൾ ആ ബിസിനസ് മുഴുവൻ നഷ്ടപ്പെട്ടു. ഇന്നും നമ്മുടെ കപ്പലുകൾക്ക് സംബൂക്ക് എന്ന് പറയുന്ന വെറൈറ്റി, ആ സംബൂക്ക് വെറൈറ്റി ഒറിജിനലായിട്ട് ഉണ്ടാക്കിയത് ബേപ്പൂരിലാണ്. ആ ബേപ്പൂരിലെ കപ്പൽ തൊഴിലാളികളെ ഒമാനിലേക്ക് കൊണ്ടുപോയി സലാല എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവരവിടെ കപ്പലുകൾ ഉണ്ടാക്കിയിട്ട് ആ സംബൂക്കാണ് ഇന്ന് ഇവിടെ വരുന്നത്. നമ്മളെ ഒറിജിനൽ സാധനം അവർ കൊണ്ടുപോയി അവരുണ്ടാക്കിയിട്ട് ഇതാ പിടിച്ചോ സംഭവക്ക് എന്ന് പറഞ്ഞ് നമുക്ക് വിൽക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഷിപ്പ്. ഓരോ സമ്പന്നനും അവിടുത്തെ ആഗ്രഹം ഒരു ഷിപ്പ്, ബെൻസ് കാറ് പോലെ നമ്മളെ വീട്ടിൽ വേണമെന്നുള്ള ഒരാഗ്രഹമാണ് അബുദാബിയിലും എല്ലാം. നമ്മളെ കാടുകൾ നമ്മൾ വെട്ടിമാറ്റണമെന്നില്ല. ആഫ്രിക്കയിൽ നിന്നും എല്ലാം നിന്ന് ഏറ്റവും അധികം മരങ്ങൾ സിംഗപ്പൂരിലേക്ക് വരുന്നു. ആ മരങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യാം. ഇവിടെ 1-ാം തരം തേക്കുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്കൊരു 1-ാം തരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഊരാളങ്കൽ സൊസൈറ്റി. നിങ്ങൾ കേട്ടിരിക്കുക. 100 കൊല്ലം മുമ്പ് വന്ന വടകരയിലെ ഊരാളങ്കൽ സൊസൈറ്റി ഇന്ന് ലാർസൻ ടൂബ്രോ പോലുള്ള കമ്പനികൾക്കെതിരായി 500 കോടി 1000 കോടിയുടെ വർക്ക് കോൺട്രാക്റ്റ് എടുക്കാൻ സന്നദ്ധമായ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതുപോലെയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തുകൊണ്ട് വളർത്തിയെടുക്കുന്നില്ല? ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ വരുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി, കൊച്ചി യൂണിവേഴ്സിറ്റി സെൻറ്റർ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഈ സെൻറ്റർ ഉപയോഗിക്കാതെ നിങ്ങൾ ഇരിക്കുകയില്ല. നിങ്ങളിവിടെ പഠനങ്ങൾ നടത്തും, മീറ്റിങ്ങുകൾ നടത്തും, ആളുകൾ വന്നു ചേരും. അങ്ങനെ ഇത് ഒരു പണ്ഡിതൻ്റെ നാമധേയം ഇവിടെ നിലനിർത്തും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് എന്നോട് സംവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും 1950 ശേഷമാണ് മയ്യൈ അടങ്ങുന്ന പ്രദേശം പിന്നെ പൂർണ്ണ സ്വതന്ത്രമാവുന്നത്. അപ്പോൾ മലബാർ പ്രദേശത്ത് കുഞ്ഞാലിമരക്കാരുമാരൊരു 100 നൂറ്റാണ്ട് പോരാടിയിട്ടും ഈ മയ്യൈ കണ്ണൂർ പ്രദേശത്തെ ഒരു മലബാറിൻ്റെ ഭാഗമാണല്ലോ, അവിടെ ഫ്രഞ്ചുകാർക്കെതിരെ എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാതെ പോയതെന്ന്, അവർ കോളനി ആയത്, അവർ കോളനി ആയി മാറാനുള്ള കാരണം? കോളനി ആയത് പിന്നെ ഇവരെ കടൽ ശക്തി മുഴുവൻ തകർന്നല്ലോ. സാമൂതിരിപ്പാട് മുഴുവൻ തകർന്നു. പിന്നീട് ഡച്ചുകാർ വന്നു. കൊച്ചി ഡച്ചുകാരെ ഭാഗമായി. ഇതെല്ലാം സംഭവങ്ങൾ, അന്താരാഷ്ട്ര സംഭവങ്ങൾ നടക്കുമ്പം 1700 മുതൽ 1710 മാഗി സെറ്റിൽമെൻറ്റ് വന്നു. മറ്റുള്ള മലബാർ തീരങ്ങളും ഇതാ അവസ്ഥയായിരുന്നില്ലേ? മറ്റു പല രാജ്യങ്ങളിൽ ഇതായിരുന്നു. മലബാറിൻ്റെ മറ്റു തീരങ്ങളൊക്കെ മലബാറിൽ 1 നൂറ്റാണ്ട് കാലം പിടിച്ചു നിന്നു. ആ നൂറ്റാണ്ടിന് ശേഷം ഇവിടുത്തെ ശക്തികൾ മുഴുവൻ നശിച്ചു. ഇതിനെ യൂണിഫൈ ചെയ്യാനൊരു ശക്തി ഉണ്ടായില്ല. തിരുവിതാംകൂറിന് കഴിഞ്ഞില്ല, കൊച്ചിക്ക് കഴിഞ്ഞില്ല, കോലത്തിരിക്ക് കഴിഞ്ഞില്ല, സാമൂതിരിക്ക് കഴിഞ്ഞില്ല. ദർ വാസ് നോ യൂണിഫിക്കേഷൻ. സ്കേറ്റേഡ് പൊളിറ്റിക്കൽ പവർ. ഞങ്ങളതിനെ പറയുക ഫ്രാഗ്മെൻറ്റ്സ്. പൊളിറ്റിക്കൽ പവേഴ്സ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ ഫ്രാഗ്മെൻറ്റ്സിന് നിൽക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെ നിലനിൽക്കാൻ കാരണം എന്താണ്? ഏത്
ഇപ്പോൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ യമ്മുവന്തന നോവലൊക്കെ അതിലൊക്കെ പിന്നെ സ്വാതന്ത്ര്യാനന്തരം അവർ 4 കൊല്ലം 5 കൊല്ലം ഭരിച്ചു എന്നാണോ നിങ്ങളുടെ ചോദ്യം? അതെ, ഭരിച്ചു എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ കോമൺവെൽത്ത് ട്രീറ്റി ഉണ്ട്, ആ ട്രീറ്റിക്കെതിരായിട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യ സമരം വന്നു, മായിക്കാർക്ക് മൂപ്പനും ഇവർക്കൊന്നും ഭരണം നടത്താൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ വിട്ടൊഴിഞ്ഞു. അതാണല്ലോ അയാളെ നോവലിലെ പ്രതിപാദ്യം. അതേസമയത്ത് ഗോവ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത്? വിത്ത് മിലിറ്ററി പവർ. ഹൈദരാബാദ് അതിനെങ്ങനെയാണ് പിടിച്ചെടുത്തത്? ലോകത്തിൽ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഫിലോസഫി നെഹ്റുവിൻ ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ നമ്മളെ രാജ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ക്യൂബയിൽ എടുത്തു നോക്കൂ. ക്യൂബയിൽ 400 സ്ക്വയർ മൈൽസ് ഓറിയൻ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഞാൻ അതിൻ്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്. ഇന്നും ക്യൂബക്കത് സ്വാതന്ത്ര്യമാക്കാൻ നേടാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ കയ്യല്ല 400 സ്ക്വയർ മൈൽസ് വന്ദന ആ പറയുന്ന സ്ഥലം ഓറിയൻറ്റിൽ കിഴക്കൻ പ്രദേശത്തിൽ. എന്തുകൊണ്ട് അവരത് കയ്യിൽ വെച്ചിരിക്കുന്നു? ഐസ് വീഴാത്ത അറബിക്കടൽ പോലത്തെ കടലത്. അവരെ സൈനിക പരിശീലനത്തിന് മറിനേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് ഏറ്റവും ആവശ്യമുള്ള സ്ഥലം അതവർ വിട്ടുകൊടുക്കില്ല. ഇന്നും അത് സ്വാതന്ത്ര്യം നേടാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് ഗോവ 3-4 ദിവസം കൊണ്ട് നമ്മളെ മനേക്ഷ പിടിച്ചടക്കി. ബംഗ്ലാദേശിൽ ചെയ്തത് ഇതെല്ലാം നമ്മൾ ചെയ്തത് എന്താണ്? ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികൾ വന്ന് ഇന്ത്യയിൽ ആളുകൾക്കൊന്നും ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പോഴെന്തായെന്ന് പറഞ്ഞാൽ പോസ്റ്റേജിൻ്റെ നിരക്ക് വർദ്ധിപ്പിച്ചു. 5 റുപ്യേൻ്റെ പോലെ ഒരു സ്റ്റാമ്പും കൂടി അവർ ആഡ് ചെയ്തു പണത്തിന് വേണ്ടിയിട്ട്. അത് തിരുക്കുറലിൽ പറയുന്നുണ്ട്, അഭയാർത്ഥികളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. അതെല്ലാം ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയം വെച്ചിട്ട് നമ്മൾ ചരിത്രത്തെ വിലയിരുത്തരുത്. യു ഷുഡ് ബി ഡിസ്പാഷനേറ്റ്. ഒരു ജഡ്ജിനെ പോലെ കാര്യങ്ങൾ കാണണം. നിങ്ങളൊന്നും സ്വാധീനിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഈ 1850 വൈസ്രോയിൻ്റെ രേഖ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് മലബാർ എന്ന് പറയുന്ന ആ പുസ്തകം നിങ്ങൾ വായിച്ചവരുണ്ടാകാം, ഇല്ലാതിരിക്കാം. നിങ്ങൾ കണ്ടാൽ എൻ്റെ കാഴ്ചപ്പാടോട് കൂടിയിട്ട് അത് വായിച്ചു പോകണമെന്നില്ല. എനിക്കൊരു ഇൻസൈറ്റ് കിട്ടിയിരിക്കുക. ഈ പുസ്തകം പ്രചരിപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് 45 സെമിനാറുകൾ കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിൽ നടത്തി. ഷാർജയിൽ സെമിനാർ നടത്തി, സിംഗപ്പൂർ നടത്തി, മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇതാണ് പുസ്തകം. ഇതാർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് അച്ചടിപ്പിക്കാം, യാതൊരു കുഴപ്പമില്ല. എൻ്റെ കോപ്പിറൈറ്റ് ഒന്നും ഇതില്ല. ഇത് ചെറിയ പുസ്തകം മാത്രമാണ്. വലിയ പുസ്തകം വേറെയുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 500 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കോളൂ. ഇതാണ് വലിയ പുസ്തകം. ഇത് ചെറിയ പുസ്തകം. ആ വലിയ പുസ്തകം ആരും വായിക്കാൻ പോകുന്നില്ല, റിസർച്ചറും വായിക്കില്ല. ഈ കേരളത്തിൻ്റെ സാർ എഴുതിയ കേരള ചരിത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വശങ്ങൾ എന്ന പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ സാറ് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്, കേരളം ആധുനികയിലേക്ക് കടന്നത് ഏകപക്ഷീയമായിട്ടല്ല എന്ന് സാർ അങ്ങനെ മൾട്ടിനാഷണൽ എന്ന് പറയുമ്പോൾ കാരണം ക്രിസ്ത്യൻസിന് നിങ്ങൾക്ക് തെറ്റാൻ പറ്റില്ല. ചവറാച്ചൻ ഓരോ പള്ളിയിലും പള്ളിക്കൂടം വേണമെന്നാണ് പറഞ്ഞത്. ഈ തങ്ങളെ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റില്ല. ഒരു ഏകാധിപത്യ കൾച്ചറൽ ബഹുസ്വരത സാറ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കാപിറ്റലിസം പ്രത്യേകം പറഞ്ഞല്ലോ. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ക്യാപിറ്റലിസം വളരുക എന്ന് പറഞ്ഞാൽ അതിനെ തകർക്കാൻ ഇതേ കഴിയുള്ളൂ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കഴിയുള്ളൂ. പക്ഷേ നമ്മളെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്താ? ഇട്ടവൻ്റെ പണം കിട്ടൂല. അങ്ങനത്തെ മൂവ്മെൻറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഊരാളുങ്കൽ ഉണ്ടാക്കുന്നില്ല? ഊരാളുങ്കൽ 100 years ഒരു സ്വാമിജി തീയർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തീയരിൽ ഒരു മാറ്റം ഒരു പുതിയ സമ്പ്രദായം അദ്ദേഹം കൊണ്ടുവന്നു. ആ സമ്പ്രദായത്തിൽ വന്നവർക്ക് വിളക്ക് കത്തിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നവർക്ക് പണിയില്ല. അങ്ങനെ 10 നെയ്ത്ത് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ. അതുപോലെ ഉണ്ടാക്കണം. ഇപ്പം നിങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയില്ലേ, ഇത് വേറൊരാൾ ഉണ്ടാക്കാണെങ്കിൽ എത്ര പണം അടിച്ചു പോയിടുന്നു? നിങ്ങളെ പണം ആരെങ്കിലും അടിച്ചു പോയിട്ടുണ്ടോ? എന്താ കാരണം? നിങ്ങൾ ഓരോ ഇഞ്ചും വിജിലൻ്റാണ്. ഒരാളെങ്കിൽ എൻ്റെ സണ്ണില്ല അവിടെ പണിയെടുക്കുക ക്വാളിറ്റി എഞ്ചിനീയറായിട്ട്. ഒരാൾ എന്തോ കള്ളട്ടി എഴുതിയെടുത്തു, പിറ്റേത്തെ ദിവസം തന്നെ അവനെ പുറത്താക്കി. അവനോട് ചോദ്യമൊന്നുമില്ല, നാളെ വരല്ലാതെ.
അത് നിങ്ങൾ പറയും ഒരുപക്ഷെ ഓട്ടോക്രസിയാണ്, ഏകാധിപത്യമാണ് എന്നെല്ലാം പറയും. എനിക്കറിയില്ല, അത് നിങ്ങളെ കാഴ്ചപ്പാട്. ഈ ചരിത്രങ്ങളെ നമ്മൾ ഈ കടലിൻ്റെ തീരദേശങ്ങളുടെ ചരിത്രം വായിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ ശ്രീലങ്കൻ്റെ ചരിത്രകാരൻ ടി ബ്ലോയിലറെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. മലയാളത്തിൽ കുറേ ഇടങ്ങളിൽ അദ്ദേഹത്തെ പരാമർശിക്കുന്നത് കാണുന്നുണ്ട്. എന്താണ് അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഈ തീരങ്ങളെ ഇങ്ങനെ കൂടുതൽ അയാളെ പരാമർശിക്കാനുള്ള ഒരു കാരണം? കാരണം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയും നമ്മളും ഒന്നിച്ചിട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ്. നമ്മളെ ഡിപ്ലോമസിയിലെ ഫെയിലിയർ എന്താ? ഡിപ്ലോമസിയിൽ അറബ് രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഏറ്റവും അധികം സുഹൃത്ത് ബന്ധം ഉണ്ടാക്കേണ്ടത്, അമേരിക്കയായിട്ടല്ല. ഇന്നും ഞാനത് പറയുന്ന ആളാണ്, ഞാനവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഗൾഫ് ടൈംസ് എല്ലാം വലിയ മന്ത്രിമാരെ പ്രസംഗം പോലെ എൻ്റെ പ്രസംഗം കൊടുത്തിട്ടുണ്ട്. നമ്മളെ സുഹൃത്ത് രാജ്യങ്ങൾ അറബിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കേരളത്തിൻ്റെ തീരങ്ങളെ പച്ചവെള്ളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പച്ചവെള്ളം കുടിക്കരുതെന്നാ? അല്ല, പച്ചവെള്ളം പോലെ ഇവിടെ എന്ത് ചെയ്തിട്ടല്ല. ഈ ഇന്ന് ഇപ്പം കുപ്പി വെള്ളം ഇല്ലാണ്ട് ആരെങ്കിലും പോകാറുണ്ടോ? ഇത് നിങ്ങൾ എത്ര കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. ഞാൻ 83 ഞാൻ ആംസ്റ്റർഡാമിൽ പോയത്. 83 അവരെ യൂണിവേഴ്സിറ്റീൻ്റെ എല്ലാം ചുമരുകളിൽ ഇന്ത്യയിലെ വെള്ളം നിങ്ങൾ കുടിക്കരുത്, അതിൽ മലേറിയ ഉണ്ട്, മറ്റേതുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മലപ്പുറക്കാർ, ഞാൻ എൻ്റെ കിണറിനൊരു പൂജ ചെയ്യലെന്ന് വിചാരിക്കുക. എത്രയോ കൊല്ലാതെ എനിക്ക് വെള്ളം തന്നില്ലേ, എത്ര കോടി ഉറുപ്പ്യൻ്റെ വെള്ളം തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ബിസിനസ് ഉണ്ട്. ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ? എല്ലാ ഡോക്ടർമാരും എന്താ പറയുന്നത്? വെളിച്ചെണ്ണ തൊടാൻ പാടില്ല. എന്നിട്ട് നമ്മൾ സൺഫ്ലവറും ഇതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാം? അവിടെ നമ്മളെ റിസർച്ചില്ല. ഒരു പാവം മാലതി എന്ന് പറയുന്ന ഒരു ബയോടെക്നോളജിസ്റ്റ്, ബയോടെക്നോളജി അല്ല, ബയോകെമിസ്ട്രി എന്തെല്ലോ ചെയ്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ലേഖനം വന്നു എന്നല്ലാണ്ട് അവളെ പ്രൊമോട്ട് ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ്റില്ല. അമേരിക്കയിലൊരു ലോബിയുണ്ട്, സോയാബീൻ കൾട്ടിവേറ്റേഴ്സ് അസോസിയേഷൻ. അവരാണ് ഇത് കണ്ടുപിടിച്ചത്, റിസർച്ച് ചെയ്തിട്ട്. വെളിച്ചെണ്ണ പോലെ ഹൃദ്രോഗത്തിനെ ചെറുത്ത് നിൽക്കുന്ന ഒരു ഓയിലില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു ന്യൂട്രീഷൻ്റെ പഠനം. എന്താ ഇപ്പം ചെയ്യുക? അപ്പം പസഫിക് ഓഷ്യനിലുള്ള തെങ്ങ് കച്ചവടക്കാർ, കേരളത്തിലുള്ള തെങ്ങ് കച്ചവടക്കാർ, ഇവരെല്ലാം ദരിദ്രരായി തെങ്ങ് കൃഷി ഇല്ലാണ്ടായി. എന്നിട്ട് നമ്മൾ പാം ഓയിൽ വാങ്ങി. പാം ഓയിൽ കണ്ടിട്ടുണ്ടോ? കൊഴുത്ത് കണ്ടാൽ തന്നെ അറിയാം ഇത് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ലോകത്തിൽ ബിസിനസ് നടക്കുന്നത്. ഇപ്പോൾ വേറൊരു ഉദാഹരണം, 140 വരെയായിരുന്നു ആദ്യത്തെ ബ്ലഡ് പ്രഷർ, ഷുഗർ കൗണ്ട്. ഇന്നിപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ചെക്ക് യുവർ ഷുഗർ കൗണ്ട് 106. ഈ 106 ആരാക്കിയത്? 140 106 ആരാക്കിയത്? മനുഷ്യനൊന്നല്ലേ, കഴിക്കുന്ന ഭക്ഷണം ഒന്നോ? പക്ഷേ 106 ആക്കി. ഇപ്പോഴും UNO പറഞ്ഞു ലോകം മുഴുവൻ പ്രമേഹ രോഗികളാവും, അതുകൊണ്ട് 140 തന്നെ വരുത്തിക്കൊന്ന്. ഇതിൽ ഓരോ താല്പര്യത്തിലും വ്യവസായത്തിൻ്റെ, ചൂഷണത്തിൻ്റെ, അതുകൊണ്ടെല്ലാം നമ്മളെല്ലാം ഒരു മാർക്സിസ്റ്റ് ടൂൾ ഉപയോഗിക്കുന്ന ചരിത്രകാരനായത്. എൻ്റെ ടൂള് മാർക്സിസമാണ്, വെബേറിയൻ സയൻസ് അല്ല. വെബറും പലരും ഉണ്ട്, ബട്ട് ഐ യൂസ് ദ ടൂൾ മാർക്സിയം. അതുകൊണ്ട് എൻ്റെ പുസ്തകങ്ങൾ ആർക്കും ഇന്ന് വരെ നിരോധിക്കാൻ കഴിഞ്ഞു അല്ല, അതിനെ നിഷേധിച്ചിട്ടൊരു പുസ്തകം എഴുതാൻ കഴിയുന്നില്ല. പറയാം, ആശയവ്യത്യാസങ്ങളുണ്ടാവും, പക്ഷെ ആ ടൂൾ ഈസ് സോ പവർഫുൾ. അതുകൊണ്ട് നിങ്ങളാരും ആ ടൂൾ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ഓരോരാൾക്കും സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ടൂൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം മതങ്ങൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പോയി, കൊട്ടിയൂർ അമ്പലത്തിൽ ഞാൻ പോകേണ്ട കാരണം സുപ്രീം കോടതിയിൽ ഒരു ലോയർ വന്നിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അവിടെ ഏറ്റവും അധികം ചൂഷണം നടക്കുക ദൈവത്തിൻ്റെ പേരിൽ. ഈ ഓടപ്പൂവ് എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, അത് ആദിവാസികളാണ് അടിച്ചുണ്ടാക്കുന്നത്. അത് 16 ലക്ഷത്തിനാണ് ടെമ്പിൾ അതോറിറ്റി ലേലം ചെയ്തത്. ഇവൻ ഇരിക്കാൻ മര്യാദക്കൊരു ഷെഡ് പോലും കെട്ടിക്കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു വി വിൽ ഫയൽ എ സൂട്ട് ഇൻ ഹൈക്കോർട്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ എനിക്ക് യാതൊരു ആവശ്യമില്ല. പക്ഷേ ആ നഗ്ന ചൂഷണം കണ്ടപ്പോൾ
വളരെ വിഷമം തോന്നി. അപ്പോൾ കുറേ ആളുകൾ എനിക്കെതിരായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ എഴുതി, ഇയാൾക്ക് നല്ല ഹോട്ടലിൽ പോയാൽ പോരെ, ഇവിടെ എന്തിനാണ് വന്നത്, ഇതെല്ലാം പറഞ്ഞിട്ട്. സാറിൻ്റെ ടൂൾസ് ഇന്ന് അതേപോലെ കടെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഓ സാറിൻ്റെ ടൂൾസ് ഉപയോഗിക്കാമെന്ന് സാറ് പറഞ്ഞല്ലോ. സാറ് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ല ഒരു നിർദ്ദേശിച്ചു, ഉപദേശമല്ല, സാറ് കുറച്ച് അല്ല. എൻ്റെ ടൂൾ എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ? ടൂൾ എന്ന് പറഞ്ഞാൽ മതവും ചൂഷണം ചെയ്യുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ ഇസ്ലാമിലെ നവോത്ഥാനത്തിനെ പറ്റി ഞാൻ പറയണോ? ഇയാളെ സ്വർഗത്തിലേക്ക് വിടുക എന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ കുത്തിവെച്ച കാര്യമല്ല ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാൾ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ എഴുതിയാൽ? പോപ്പ് എങ്ങനെയാണ് പോപ്പിനെതിരായിട്ട് ഇത് വന്നത്? പ്രൊട്ടസ്റ്റന്റിസവും കത്തോലിസിസവും വന്നത്? ഞാൻ നിങ്ങളെ മതം മാറ്റാനൊന്നുമല്ല വന്നത്, എൻ്റെ ആശയങ്ങൾ ഞാൻ അല്ല. സാറ് ചരിത്രത്തിൽ പറയുന്ന കുഞ്ഞിമരക്കാരുടെയും ചങ്കിസ് ഖാൻ്റെയും ഒക്കെ കുറേ കഥകളുണ്ടല്ലോ. അത് ഇന്ന് സാറ് പറയുന്നത് കുറച്ച് കടുപ്പത്തോടു കൂടെയാണ് പരാമർശിക്കുന്നത്. ചരിത്രത്തെ അങ്ങനെ തന്നെ, പക്ഷെ അത് ഈ കാലത്ത് പറ്റൂല. ഈ കാലത്ത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു മുസ്ലിം നാമത്തിലും കൂടെ പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വലിയൊരു ക്വാളിറ്റി ലാബുണ്ട്. ക്വാളിറ്റി ലാബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങുന്ന ഇരുമ്പ്, സിമെൻറ്റ്, മൊസായിക്ക് ഇതെല്ലാം അവർ ക്വാളിറ്റി നോക്കിയിട്ട് അനലൈസ് ചെയ്ത് തരും. എൻ്റെ ലെക്ചർ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ചോദിച്ച്, ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തിന് വലിയ ടാറ്റേൻ്റെ കമ്പനി ആയിരിക്കും, ക്വാളിറ്റി ഇല്ലാന്ന് എഴുതി കൊടുത്താൽ എൻ്റെ പണി പോകില്ലേ? അവൾ ചോദിച്ചാൽ ശരിയല്ലേ? അപ്പോൾ ഞാൻ അവരോട് എന്താ പറഞ്ഞത്? സത്യം മാത്രമേ നീ പറയാവുള്ളൂ, നീയല്ല പറയുന്നത്, നിൻ്റെ യന്ത്രങ്ങളാണ് പറയുന്നത് ഇതിന് ക്വാളിറ്റി ഇല്ലാന്ന്. മൈ മെഷീൻ സേസ് ദാറ്റ് ദർ ഇസ് നോ ക്വാളിറ്റി ഫോർ ദിസ്. അത് എഴുതാൻ ധൈര്യമില്ലെങ്കിൽ ആ പണിക്ക് ഇരിക്കരുത്, വേറെ പണിക്ക് പോകണം. അല്ല, ഒരു മുസ്ലിം നാമത്തിൽ നാമധാരി സാറ് പറയുന്ന അതേ പ്രകാരം ഇന്ന് ചരിത്രത്തെ അതേപോലെ പറയുകയാണെങ്കിൽ നമ്മളെ ഇവിടെ ചാപ്പ കുത്തപ്പെടുകയാണ്. അതെനിക്കറിയില്ല, അതാരും നോക്കില്ല. ഹലാജിനെ കേട്ടിട്ടുണ്ടോ? ഹലാജിന് എന്താ ചെയ്തേ? ഹലാജ് ഒന്നും പറഞ്ഞു. അനൽ ഹക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മളെ രണ്ടും ജീവൻ ഒന്നാണ്, ഇലക്ട്രിസിറ്റി ഒന്നാണ്. എന്തിനാ അയാളെ അടിച്ചടിച്ചിട്ട് കൊന്നത്? ഹലാജ്. എൻ്റെ ഒരു കാവ്യ സമാഹാരമുണ്ട്, ഹലാജ് ആൻഡ് അതർ പോയേഴ്സ്. ഏതായാലും നിങ്ങളെ പ്രകോപിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാം പോയില്ലേ? പോവാ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇവിടെ എത്തുമ്പോൾ വന്ന് വിളിച്ചാൽ മതി. കാരണം അത് കൊടുത്തേ. അപ്പോൾ നിങ്ങളെ സ്ഥാപനത്തിന് ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയ പുസ്തകം തരാം. ഇതാണ്, നിങ്ങളിത് വായിക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിന് ഇത് വേണമെങ്കിൽ ഒരു 5000 കോപ്പി ഫ്രീ അടിച്ചിട്ട് ഇതിൽ ഇതേപോലെ പരസ്യം വെച്ചിട്ട് കൊടുക്കാം. നോ കോപ്പി റൈറ്റ്. അറിയില്ല ആയിരിക്കാ കൊടുക്കേണ്ടതില്ല. സോറി. നിങ്ങളെ അടുത്ത് തന്നെ ഒരു എല്ലാത്തിനും ജോലി 5000 കോപ്പി ഫ്രീ ആയിട്ട് ഇയാളെ ഫോളോ ചെയ്യുക. 5 മിനിറ്റ് കൂടി ഇരിക്കുക. നിങ്ങൾ പോയിട്ട് വരെ 10 മിനിറ്റ് ആവില്ല. എൻ്റെ ഭാര്യയുണ്ട് ഇവിടെ ഒരു അല്ലേ സാറപ്പം നേരത്തെ പറഞ്ഞത് പൂർത്തീകരിച്ചില്ല. ഈ മുസ്ലിം നാമധാരിയായ ഒരാൾ ഈ ചരിത്രത്തെ ചാപ്പകുത്തും. അപ്പോൾ ചരിത്രങ്ങള് ഹല്ലാജിന്റെ കഥ അതല്ലേ പറഞ്ഞത്? അല്ല, ഒരു അല്ലാജിന്റെ കഥ മാത്രം വെച്ചാണ് നമ്മളിന്ന് ജീവിച്ചു പോയാൽ അത് ഫിലോസഫിയിലേക്ക് പോകും. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളല്ല ഇന്ദിരാഗാന്ധിനെ ഞാൻ മാർസിയൻ ടൂൾ ഉപയോഗിക്കും. ഇന്ദിരാഗാന്ധി ചെയ്ത സേവനം ഭയങ്കരമാണ്. 9th ഷെഡ്യൂളിൽ ഭൂപരിഷ്കരണം അവർ ഇൻകോപ്പറേറ്റ് ചെയ്തു. ആരെങ്കിലും പറയുന്നുണ്ടോ അത്? 9th ഷെഡ്യൂളിൽ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണത്തെ പറ്റിയിട്ട്, പ്രോസസ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം.
ബട്ട് ആക്ട് തെറ്റാന്ന് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് അവർ കോൺഗ്രസിനെ പൊട്ടിച്ചു. മുഹമ്മദ് ദേശായി തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിന് കാരണം മാർക്സിസ്റ്റ് ചിന്ത എന്ന് പറയുന്ന വാർഷിക പതിപ്പിൽ എൻ്റെ ഈ ലേഖനമുണ്ട്. ചിന്തക്കത് ഇഷ്ടമാവും. ഇന്ദിരാഗാന്ധിയുടെ സ്തുതിയല്ല, ഇറ്റ് ഈസ് ദ റിയാലിറ്റി. ഈ സാറ് ആധുനിക കേരളം എന്ന പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ സാറിങ്ങനെ എഴുതുമ്പോൾ അതിൽ കുറേ മതങ്ങളും സംസ്കാരങ്ങളൊക്കെ മതങ്ങളെയും സംസ്കാരങ്ങളെയൊക്കെ കൂടുതൽ അത് യെസ് അത് സാർ അത്രത്തോളം സാറെ സ്വാധീനിച്ച ഒരു ഉദാഹരണം. അത് കാരണം ഞാൻ ആ റീജിയനിൽ വരുന്നതാണ്. കാസർഗോഡ് റീജിയനിലെ എൻ്റെ അമ്മ. ഞാനിവിടെ അഴിയൂർ വന്നു എന്നേ ഉള്ളൂ, നാദാപുരത്തിൻ്റെ. എൻ്റെ ഫാദർ നാദാപുരക്കാരനാണ്. അവിടെ സ്ത്രീകൾ നവോത്ഥാനം ചെയ്യുന്നുണ്ട്. എൻ്റെ മദർ 13 വയസ്സിൽ വിവാഹം നിശ്ചയിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പോകില്ല ബ്രാഹ്മണൻ്റെ കൂടെ വന്ന്. എന്നിട്ട് കരഞ്ഞു, വീട്ടിൽ ലഹളയായി. അപ്പോൾ ഒരു അമ്മാവൻ പറഞ്ഞു നീ എൻ്റെ കൂടെ നിന്നോ, വിവാഹം വേണ്ട വന്ന്. എന്താ ഞാൻ അമ്മയോട് ചോദിച്ചു 70 വയസ്സിൽ എന്താ അമ്മ അത് പറയാൻ കാരണം? 2 കാരണമാണ് പറഞ്ഞത്. ഒന്ന്, ബ്രാഹ്മണൻ്റെ അടുക്കളയിൽ കയറാൻ സമ്മതിക്കില്ല. അടുക്കളേൻ്റെ പുറത്ത് നിന്നിട്ട് നെല്ല് കുത്തി കൊടുക്കുക, അരച്ചു കൊടുക്കുക, കലം കഴുകുക, ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പം ദ ക്വസ്റ്റ്യൻ ഓഫ് കൾച്ചർ അമ്മ പറഞ്ഞത്. രണ്ടാമത്തേത്, കുട്ടികളുണ്ടായാൽ ഈ അപ്പന്മാരാ കല്യാണം കഴിക്കുക, മൂത്തയാക്കേ വേളിയുള്ളൂ, ഒരു സ്വത്ത് കൊണ്ട് തരാൻ കഴിയില്ല എന്ന്. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് മെയിൻ്റനൻസ്, ലൈവ്ലിഹുഡ്. അതായത് 2 കുട്ടികളും അവൻ്റെ പെറ്റാൽ അവർ എന്തോ ജീവിക്കാൻ അവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ അതിൽ എൻ്റെ അമ്മ വിജയിച്ചു എന്നാണ് ഞാൻ കാണുന്നത്. ഒന്നാന്തരം ഒരു പറമ്പ് 1930 ഏറ്റവും നല്ല ഓടിട്ട വീട് അമ്മക്കും മക്കൾക്കും അച്ഛന് തരാൻ കഴിഞ്ഞു അല്ലേ? അപ്പോൾ പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു അടുക്കള പ്രൊട്ടസ്റ്റാണ്. പക്ഷെ ഞാനതിനെ എൻ്റെ ഏതോ ലേഖനത്തിൽ എഴുതി ചേർത്തു. അപ്പോൾ ഒരു പെൺകുട്ടി ചെറുപ്പത്തൂരിൽ നിന്ന് മാഹിയിലേക്ക് വണ്ടി കയറിയിട്ട് വരിക, തൊടാൻ പാടില്ല. 1913 ബാക്കി ജാതിക്കാരല്ലേ, തൊട്ടാൽ അയിത്താവില്ലേ? അപ്പം അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും പ്രതീക്ഷ? ഇങ്ങനെ ചിന്തിച്ചു. ഒരു 13 വയസ്സുള്ള പെൺകുട്ടി നിങ്ങൾ ഉദാഹരണക്കാണ്. അപ്പോൾ ഓരോ വീട്ടിലുണ്ടാവും, നിങ്ങളുടെ വീട്ടിലുണ്ടാവും, ഓരോ ദിക്കിലുണ്ടാവും റെബൽസ്. ആ റെബൽസിനെ അടിച്ചമർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകളിലെല്ലാം ഇന്ന് നല്ല വിദ്യാഭ്യാസം എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ടോ? എന്താ കാരണം? ഞാൻ സർവേ നടത്തിയതാണ്. ആദ്യം VC ആയപ്പോൾ തൃശ്ശൂരിൻ്റെ അടുത്തുള്ളൊരു വില്ലേജ് എടുത്തിട്ട് പഠനം കൊണ്ടുവന്നപ്പോൾ ഞാൻ മാത്രമല്ല, ഒരു എക്കണോമിക്സ് പ്രൊഫസറും ഷെഡ്യൂൾഡ് കാസ്റ്റിനേക്കാളും വിദ്യാഭ്യാസം കുറവാണ് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ അന്ന്. ഇന്നിപ്പോൾ എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ആ മാറ്റങ്ങൾ വരണമെങ്കിൽ എന്ത് വേണം? സമൂഹം പ്രചോദനം കൊടുക്കണം. ആ സമൂഹത്തിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചരിത്രം ഉപയോഗിക്കുന്നത്. ഹിസ്റ്ററി ഈസ് ദ വൈസസ്റ്റ് ഓഫ് ഓൾ സയൻസസ് എന്നാണ് പറയുന്നത് ബദൗവിന്. വൈസസ്റ്റ് ഓഫ് ഓൾ സയൻസസ്. എന്തിനാ ഒരു ഫ്ലൈറ്റ് പൊട്ടിയാൽ ബ്ലാക്ക് ബോക്സ് നോക്കുന്നത്? മിണ്ടാതിരുന്നൂടെ? എന്താ കാരണം എന്നറിയണം പൊട്ടാൻ, വേണ്ടേ? അതുപോലെ ഓരോ സമൂഹത്തിൻ്റെ. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ആരാ കാരണം? തങ്ങന്മാരാണോ? മൗലവീസാണോ? അല്ല. ആരാ കാരണം? ആലിഗറിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവർക്ക് ഗവർണറാവണം, വക്കീലാവണം, ജഡ്ജാവണം, കളക്ടറാവണം. ദേ വാണ്ട് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇന്ത്യ ഒരു രാജ്യമായിട്ട് നിന്നാലെങ്ങനെ? അവരെ ഓപ്പർച്യൂണിറ്റീസ് പോകും. സോ ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. അത് മൗണ്ട് ബാറ്റനോ? യെസ്. വായിച്ചത് എങ്ങനെയാണെന്ന് അറിഞ്ഞോ? ഇന്ത്യയിലെ മേപ്പ് കൊണ്ടുവരാൻ പറഞ്ഞ് ഒരൊറ്റ വര എങ്ങനെ? റാഡ്ക്ലിഫ് കമ്മീഷൻ. അങ്ങനെയാണോ വിഭജിക്കുക? കുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളം എങ്ങനെ താഴോട്ട് ഒഴുകുന്നു, നദികളെങ്ങനെ, ഇതെല്ലാം നോക്കിയിട്ടാണ് രാജ്യാന്തര അതിർത്തികൾ പൊളിറ്റിക്കൽ സയൻസിൽ. ഇയാളെന്താ ചെയ്തത്? അതിൻ്റെ ഫലം ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നും
അപ്പം പണ്ഡിതന്മാരല്ല അതിനൊന്നും കാരണം. അത് പറഞ്ഞ ആളുകൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങളെല്ലാം റിഫോമിസ്റ്റുകളാവണം, ചരിത്രത്തിനൊരു ടൂളായിട്ട് ഉപയോഗപ്പെടുത്തണം. അത് ചെയ്തവരവരല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിന് വില്യം ലോഗൻ്റെ ഈ മലബാർ മാനുവലിനെ വെച്ച് പഠിക്കണം എന്ന് പറയാറുണ്ട്. അതിലെന്താ സത്യാവസ്ഥ ഉള്ളത്? മലബാർ മാനുവൽ വെച്ച് പഠിക്കണം എന്ന് പറയണം. അത് മലബാർ മാനുവൽ ഒന്നാം തരം. പക്ഷേ അയാൾ പല കാര്യങ്ങളും പറയാതിരുന്നിട്ടുണ്ട്. അയാൾക്ക് അയാൾ എന്തുകൊണ്ടൊക്കെ പറഞ്ഞു, അയാൾ അയർലൻഡിൽ സ്കോട്ട്ലൻഡിൽ ലാൻഡ് റിഫോംസിന് വേണ്ടിയിട്ടുള്ള സമരം നടക്കുക. ആ സമരം അയാൾ ഇവിടെ ഉപയോഗപ്പെടുത്തും. ആര് മണ്ണിൽ പണിയെടുക്കുന്നോ അവന് സ്ഥിരാവകാശം കൊടുക്കണമെന്ന്. മണ്ണിൽ ആര് പണിയെടുക്കുന്നോ, ഇപ്പോൾ റൂസോ പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നതെന്ന്. നമ്മളൊരു കാട്ടിൽ പോകുന്നു, ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഫെൻസ് കിട്ടിയിട്ടൊരു സ്ഥലമൊക്കെ, ദിസ് മൈ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ദ ഒറിജിൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ലോകൻ്റെ കാഴ്ചപ്പാടുകളിൽ ഒരു ഘട്ടം വരെ ഏറ്റവും വലിയ റിഫോമിസ്റ്റാണ് അയാൾ. വലിയൊരു ചർച്ച് ബിലീഫറായിരുന്നു. ഞാൻ അയാൾ ഫാമിലിയിലെല്ലാം പോയിട്ടുണ്ട് ലണ്ടനിൽ. അതേ സമയത്ത് എല്ലാം ശരിയായി എന്ന് പറഞ്ഞവിടെ ലോകനും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട്. മലബാർ കലാപം എഗ്രേറിയൻ ഗ്രീവൻസ് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് അയാൾ റിപ്പോർട്ട് കൊടുത്തു ഗവർണർക്ക്. അപ്പോൾ ഗവർണർ പറഞ്ഞു ഇത് പിൻവലിക്കണമെന്ന്. ഐ വോണ്ട് ഡൂ ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ ജഡ്ജായിട്ട് മാറ്റി കടപ്പ അയാൾ രാജിവെച്ചിട്ട് പിന്നെ പോയി. ഇതൊന്നും ആരും കണ്ടെത്തിയിട്ടില്ല. ആൾ വിചാരിക്കും ഒരു നാച്ചുറൽ ട്രാൻസ്ഫറാണ് എന്ന്. നാച്ചുറൽ, ഇറ്റ് ഈസ് എ പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. ഇന്നത്തെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഒരു IAS എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഐ വിൽ കീപ്പ് ഹിം ഇൻ ആർക്കൈവ്സിൽ ചത്ത രേഖേൻ്റെ കൂടെ അതിങ്ങനെ നോക്കിയിട്ടിരുന്നോളൂ, ഒന്നും ചെയ്യണ്ട, ശമ്പളം കിട്ടും. ഓ ആദ്യം തന്നെ എന്നെ കൊണ്ട് എഴുതി. ചരിത്രത്തെ വളരെ വ്യത്യസ്തമായി വിശകലനം ചെയ്യുന്ന, പാർഷ്യാലിറ്റി ഇല്ലാതെ ചരിത്രത്തെ അപഗ്രഥിച്ച വലിയ അക്കാഡമിക് രചനകൾക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട കുറുപ്പ് സാറ്. സാറിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും സാറിന് വളരെ വ്യത്യസ്തമായ കുറേ വീക്ഷണങ്ങൾ വിഷയത്തിലുണ്ട് എന്ന്. അത് ഈ അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളുടെയും കൂടെ ഭാഗമാണ്. സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള ആളുകളുമായിട്ട് നിരന്തരം സംസാരിച്ചു എന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇത്രമേൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന വിഷയം മലബാറിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ സാറ് ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് സാറ് ഈ വിഷയത്തിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ വളരെ രസകരമായി നമ്മൾ പോലും അറിയാതെ വിഷയത്തിലേക്ക് കയറി ഇറങ്ങി നമ്മൾ ആ വിഷയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കും വിധം അത് അവതരിപ്പിച്ചു. എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ മറ്റ് ദീർഘായുസ്സ് ഉണ്ടാവട്ടെ. നമുക്ക് കുറേ കൂടി ഈ അറിവിൻ്റെ ഈ പാത്രത്തിൽ നിന്ന് കുറേ കൂടി ഇങ്ങനത്തെ ചരിത്രപരമായ നിഷ്പക്ഷമായ ചരിത്രത്തിൻ്റെ അടരുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കുറേ കിട്ടാണ്ട്, കുറേ ഗ്രന്ഥങ്ങൾ ഇനിയും പുറത്തിറങ്ങേണ്ടതുണ്ട്. IPV നേരത്തെ സുഹൈൽ ഫാദിൽ സൂചിപ്പിച്ച മലബാറിൻ്റെ സഞ്ചാര ചരിത്രം ഉൾപ്പെടെയുള്ള കുറേ പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു കുറേയേറെ റിസർച്ചുകൾ, കുറേയേറെ PhD ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ സാറിൻ്റെ ചില രചനകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ നിന്ന് വലിയ റെഫറൻസ് എടുത്തിട്ട് വലിയ ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഗവേഷണങ്ങൾ ഇനി നടക്കട്ടെ. നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ കടൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ കടലൊന്നും അതിർത്തികളല്ല, അത് അപ്പുറത്തെ ലോകത്തേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറയും. അതുകൊണ്ടാണ്
ഈ കടൽ കടന്ന് കുറേ ആളുകൾ അപ്പുറത്തുള്ളൊരു ലോകത്ത് ആസ്വദിക്കാൻ കുറേ ആളുകൾ ഇങ്ങനെ വന്നത്, ഇങ്ങനെ ഈ സമൂഹത്തെ ആസ്വദിച്ചത്, വൈജ്ഞാനികമായ കൊടുക്കൽ വിനിമയങ്ങൾ, സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾ, സാമ്പത്തികമായ ആദാന പ്രദാനങ്ങളെല്ലാം സാധ്യമായത് ഈ കടലൊരു കവാടമായത് കൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തി സാറിന് ഒരിക്കൽ കൂടി എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ നമ്മുടെ മീറ്റിങ്ങുകളെ വൈജ്ഞാനിക സമ്പന്നമാക്കാൻ, നമ്മുടെ ഹൃദയങ്ങളൊക്കെ കുറേ കൂടി ജ്വലിപ്പിച്ച് നിർത്താൻ സാറിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇനിയും വരാൻ തയ്യാറാണ്. ഐ വാണ്ട് ടു ടോക്ക് വിത്ത് അയസന്മാരോട് സംസാരിച്ചിട്ട്